വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ ജെൻഡർ പാർക്കിൽ നടന്നുവന്ന ജെൻഡർ ഫെസ്റ്റ് ആർപോ 2026 സമാപനമായി. ഫെസ്റ്റിന്റെ അവസാന ദിവസം പാഠപുസ്തകങ്ങൾക്കപ്പുറം ബോധനശാസ്ത്രത്തിലെയും പ്രയോഗത്തിലെയും ലിംഗപദവി എന്ന വിഷയത്തിൽ ചർച്ച നടന്നു. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ജെൻഡർ പാർക്കിൽ ഫെബ്രുവരി 25 മുതൽ 28 വരെ സംഘടിപ്പിച്ച ആർപോ 2026 ഫെസ്റ്റിന്റെ അവസാന ദിവസമായ 28 വൈകിട്ട് 4 മണിക്ക് പാഠപുസ്തകങ്ങൾക്കപ്പുറം ബോധനശാസ്ത്രത്തിലെയും പ്രയോഗത്തിലെയും ലിംഗപദവി എന്ന വിഷയത്തിലുള്ള ചർച്ചയിൽ ടി.കെ. ആനന്ദി, ഡോക്ടർ എ.കെ. അബ്ദുൽ ഹക്കീം എന്നിവർ പങ്കെടുത്തു. 5ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൽ അല്ലെ 4ാം ക്ലാസ്സിലെ കണക്ക് പുസ്തകത്തിൽ കൂട്ടുന്നതും കുറയ്ക്കുന്നതും പഠിപ്പിക്കാനുള്ള ഒരു കണക്കിലുണ്ടാവുക രാജുവും മിനിയും ചന്തയിൽ പോയി അതിൽ രാജു 4 രൂപയുടെ ബോൾ വാങ്ങി, മിനി 3 രൂപയുടെ വള വാങ്ങി. ബാക്കി എത്രയാണ്? ഇന്ന് വരെ ഒരു പാഠപുസ്തകത്തിലും മിനി ബോൾ വാങ്ങിയിട്ടില്ല, മിനി വളയെ വാങ്ങിയിട്ടുള്ളൂ. ബോൾ എപ്പോഴും വാങ്ങുക രാജു തന്നെ. ഇത് നമുക്ക് വളരെ നിർദോഷകരമെന്ന് തോന്നുകയും പക്ഷേ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ലിംഗവിവേചനത്തിൻ്റെ ആഴം എത്രമാത്രമല്ല, ചെറുപ്പത്തിൽ എങ്ങനെയാണ് അത് ആ രീതിയിൽ അത് മോൾഡ് ചെയ്യപ്പെടുന്നതിനുള്ള ഭയങ്കര രസകരമായ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പാഠപുസ്തകം തന്നെ മൊത്തത്തിൽ അഴിച്ചു പണിയണം എന്നുള്ള ഒരു ധാരണയിലേക്ക് ഞങ്ങൾ എത്തുന്നതും. ഞങ്ങൾ അനലൈസ് ചെയ്ത ആ ടെക്സ്റ്റ് ബുക്കിൽ ഞങ്ങൾ കണ്ടത് അമ്മ തന്നെ പൊട്ടു തൊടിയിക്കണം, അമ്മ തന്നെ ഉടുപ്പിടിയിക്കണം, അമ്മ തന്നെ ആഹാരം വായിൽ തന്ന് ഉടുപ്പ് ഇടിയിച്ച് പുസ്തകം എടുത്തു വെച്ച് എന്നെ ഉമ്മയും തന്ന് അമ്മ എൻ്റെ സ്കൂളിലേക്ക് പറഞ്ഞയക്കും എന്നുള്ളതാണ് ആദ്യത്തെ പാഠം. അപ്പോൾ ഞങ്ങൾക്കൊക്കെ കുറച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നി, അപ്പോൾ അച്ഛൻ എന്താ ചെയ്യുന്നത്? തുടർന്ന് കോഴിക്കോട് വനിതാ കൂട്ടായ്മ നടത്തുന്ന തെരുവ് നാടകം പ്രശസ്ത പിന്നണി ഗായികയും ശാസ്ത്രീയ സംഗീതജ്ഞയുമായ പുഷ്പവതി പൊസാടത്തിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ പി.